മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എത്ര നശിപ്പിച്ചാലും ഈ സീസൺ ആകുമ്പോൾ പിന്നെ ആമ്പൽപ്പൂ പറിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കറയാണ്. നമ്മുടെ മലരിക്കൽ സേഫാണ്, എപ്പോഴും ആൾക്കാരുണ്ട് കൂടെ അല്ലേ? കൂടെ ഉണ്ട്. ഇതിനൊരു കെട്ടിന് എത്ര ചേച്ചി? 30 രൂപ വരുന്നുള്ളൂ കേട്ടോ. അതാണ് പ്രകൃതി സുന്ദരമായ കാഴ്ച, ഒരിക്കലും മിസ് ചെയ്യില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെയാണല്ലേ? കോട്ടയത്തിന്റെ അഭിമാനം, അതായത് പിങ്ക് തടാകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോട്ടയത്തിൽ വെറും 3 മാസക്കാലം മാത്രമുള്ള മലരിക്കലിലെ ആമ്പൽപ്പാടം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു കോട്ടയംകാരനാണെങ്കിൽ പോലും ഇതുവരെ ഈ കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല. എന്നെപ്പോലെ ഈ കാഴ്ച കാണാത്ത ഒരുപാട് കോട്ടയംകാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ വർഷം നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്, നമ്മുടെ ലൈഫിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ്. ഒരു 10-2000 ഏക്കർ ഇങ്ങനെ ആമ്പൽപ്പാടം, ആമ്പലിങ്ങനെ വിടർന്ന് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് സ്പോട്ട് എപ്പോൾ വരണം, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് സേഫ് ആണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു LT ഡ്രീംസ്. ഒരു പൂ കാരണം ഫേമസ് ആയ ഒരു കുഞ്ഞു ഗ്രാമമുണ്ട് നമ്മുടെ കോട്ടയത്ത്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലരിക്കൽ എന്ന മനോഹരമായ ഗ്രാമത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പണ്ട് കൊയ്ത്തിന് ശേഷം പാടത്ത് വെള്ളം കയറുമ്പോൾ മീൻ പിടിച്ച നാട്ടുകാർ പെട്ടെന്ന് ആ മനോഹരമായ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി. പാടം നിറയെ ചുമന്ന ആമ്പൽപ്പൂക്കൾ. ആ മനോഹരമായ കാഴ്ച ആരോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ ആ നാടിൻ്റെ തലവര തന്നെ മാറുകയായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ മനോഹരമായ ദൃശ്യം കാണാനായിട്ട് ഈ കുഞ്ഞു ഗ്രാമത്തിലേക്ക് എത്തി. കാഴ്ച കാണാൻ എത്തുന്നവരെ കൈനീട്ടി സ്വീകരിക്കുന്ന മലരിക്കൽ ഗ്രാമവാസികളും ആമ്പൽപ്പൂപ്പാടത്തിലൂടെ ഉള്ള വഞ്ചി യാത്രയും അവിടെ എത്തുന്ന ഒരു മനുഷ്യനും മറക്കില്ല. മലരിക്കൽ പാടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ വീടുകളുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനൊരു കെട്ടിന് എത്ര ചേച്ചി? 30 രൂപ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടുകാർ, ചേട്ടന്മാര്, ചേച്ചിമാരൊക്കെ നമുക്കിവിടെ വരുന്നവർക്ക് ആമ്പൽപ്പൂക്കൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ചൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? കുട്ടിയമ്മ. അതായത് നമുക്കിവിടെ അടുത്ത് പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഒരാൾക്ക് 100 രൂപ മാത്രമാണ്. കായലിലേക്ക് പോകണമെങ്കിലാണ് 1500 രൂപ വള്ളത്തിനാകുന്നത്. അത് മോട്ടോർ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടെ വിശാലമായിട്ടുള്ള ആമ്പൽപ്പാടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് പോകുന്നത് ഈ തൊട്ടടുത്തുള്ള ഈ ആമ്പൽപ്പാടമാണ് കേട്ടോ. നമ്മുടെ പകുതി അരയോളത്തോളം വെള്ളം മാത്രമേ ഉള്ളൂ. യാത്ര തുടങ്ങാം. ഇത് 2 ആഴ്ച കൂടെ മാക്സിമം കാണും. 2 ആഴ്ചയും കൂടെ അല്ലേ? 2 ആഴ്ച കൂടെ ഉള്ളു. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ അവസാനമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ അവസാനം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓണം കഴിയുന്നതോടെ, ഓണത്തിന്റെ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഇത് കൂടുതൽ പൂത്ത് നിൽക്കുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം ഇത് വെള്ളം പറ്റിച്ച് പിന്നെ നെല്ല് നടുവാണ് അല്ലേ? പിന്നെ നെൽപ്പാടമാണത്. നെൽപ്പാടമാണ്. ഓക്കെ. വിദേശികളായിട്ടുള്ള ആൾക്കാർ എത്തുന്നുണ്ട്, വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ? ഫോറിനേഴ്സ് ഒത്തിരി പേരുണ്ട്. നോർത്ത് ഇന്ത്യൻസ്, ഫോറിനേഴ്സ്, അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട്. ഇത് എത്ര ഏക്കർ ഉണ്ട് ചേട്ടാ? ഒരു 1850 ഏക്കറുണ്ട്. അത്ര ഏക്കറുണ്ട്? കോട്ടയം ജില്ലയിലെ വലിയൊരു പാടമാണ്. അപ്പൊ അതേണ്ട ഓരോരുത്തരെല്ലാരും വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്ന സീനുകളൊക്കെയാണ് കേട്ടോ. ഹായ്, മോളുടെ പേരെന്നാ? ഇസബൽ. അടിപൊളി പേരാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ഓക്കേ. ആമ്പൽപ്പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങൾ വേണ്ട മുന്നോട്ട് പോവാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് വഞ്ചിയിൽ പോകുന്നതാണ് ഏറ്റവും രസമായിട്ട് വരുന്നത്. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ആഴം മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ കാഴ്ച കാണാൻ പറ്റും. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. 2-3 മാസമേ ഉള്ളൂ. കോട്ടയത്തുള്ളവർ ഉറപ്പായിട്ടും കാണണം. നമ്മളിപ്പോഴാണ് കാണുന്നത് കോട്ടയംകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഇത് മിസ് ചെയ്യല്. നല്ലൊരു കാഴ്ചയാണ്. ഇത് കറയല്ലേ ചേട്ടാ? കറ, അതിന്റെ തണ്ടേന്ന് വരുന്ന വെള്ളമേ. ആമ്പൽപ്പൂ പറിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കറയാണ്. നമ്മുടെ ഡ്രസ്സിൽ വീഴാതെ പ്രത്യേകം നോക്കണം.
വെള്ള ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വരുന്നവർക്ക് ഇത് കറ പറ്റി കഴിഞ്ഞാൽ പോകത്തില്ല, നമ്മളത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക. കാഴ്ചകൾ മനോഹരമാണ്. പിന്നെ നിങ്ങൾ ആമ്പൽ പറിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ഇത് അല്ലേ കളയുന്നതാണ്. അതുകൊണ്ട് ആമ്പൽ പറിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തേലും വെള്ളം പറിക്കാം, അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ മലരിക്കൽ പാടത്താണ് കേട്ടോ. അപ്പോൾ ആരും ഇതിൻ്റെ അത് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇറങ്ങി നിങ്ങളെ കാണിക്കണം. ഇത് പാടമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇത്ര ആഴമുള്ളൂ. നിങ്ങൾക്ക് ഒരു മനോഹരമായൊരു വഞ്ചിയാത്ര ചെയ്ത് ആമ്പൽപ്പൂവിൻ്റെ ഇത്രയും വലിയൊരു വസന്തകാലം കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. രാവിലെ എത്തുക, ഒരു 9 മണിക്ക് മുമ്പ് എത്തുക. 9 മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ വേണ്ടേ ആമ്പൽപ്പൂ വിരിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്നാ പറയുന്നത്, ഇതിങ്ങനെ പൂമ്പൂ കൂടിയ പോലെ ഇരിക്കും. അതാണ്ട് ഇതുപോലെ ഇരിക്കും. പിന്നെ വലിയ ഭംഗി കാണത്തില്ല. രാവിലെ എത്തുക. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൺസെറ്റ് പോയിന്റും കാര്യങ്ങളെല്ലാം എത്തും, കാണാൻ പറ്റും. പക്ഷേ അതല്ല, ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ എത്തുക. ഇനി എത്ര ദിവസം കാണും? മാക്സിമം നിങ്ങൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ഒരു കൂടിപ്പോയ ഒരാഴ്ച കൂടി കാണത്തുള്ളൂ. അപ്പം പറ്റുന്നവർ വന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം കേട്ടോ. ഈ വസന്തം, ആമ്പൽ വസന്തം അത്രയ്ക്ക് മനോഹരമാണ്. ഇതേണ്ടേ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടും വന്ന് ഇത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ വേണ്ടേ നമ്മുടെ അയലോക്കംകാരാണ് കേട്ടോ. ശിവ ചേച്ചി, നമ്മുടെ സ്വന്തം സുഹൃത്ത്, നമ്മുടെ ക്രിസ്ത്യൻ, വാവജി, മോളു, ഹായ്. എങ്ങനെയുണ്ട് ഈ യാത്ര? സൂപ്പറാണ്. ഞങ്ങൾ ഒത്തിരി നാൾ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയതാണ് ഇന്ന്. അതെ, നമ്മൾ കോട്ടയംകാരാന്ന് പറഞ്ഞിട്ട് പോലും അല്ലെ, കോട്ടയത്ത് ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് നമുക്ക് വരാൻ പറ്റിയില്ല അല്ലെ. വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഇത് വന്ന് കണ്ടില്ലായിരുന്ന ഭയങ്കര ഒരു മിസ്സിംഗ് ആയി പോയത്. അവൻ പ്രവാസി, അവന് മൈക്ക് കൊടുത്ത്. അൽപ്രവാസി, പറയൂ എങ്ങനെയുണ്ട്? പ്രവാസികൾക്കൊക്കെ ഒരു വിനോദകരമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ മലരിക്കൽ വന്നു കഴിഞ്ഞാൽ. ഈ ശാന്തസുന്ദരമായ സ്ഥലവും പ്രകൃതി സുന്ദരമായ സ്ഥലം. ഇത് ദുബായ് കിട്ടുമോ? ഇത് ഒരിക്കലും ദുബായ് കിട്ടില്ല. അതാണ് നമുക്കറിയാം. ഒരിക്കലും ദുബായ് കിട്ടില്ല. കം ടു കോട്ടയം, കം ടു കോട്ടയം ഹബീബി. അതെ ബാബുജി, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് വെള്ളം ഇതുപോലെ കുറയുന്ന സമയത്ത് വേണം നമുക്ക് ഇഷ്ടം പോലെ പറിച്ചെടുക്കാം. ഇത് തീരാൻ പോയത് കൃഷി തുടങ്ങുന്ന പാടമായോണ്ട് ഇതെല്ലാം നശിപ്പിച്ചു കളയും. ഇത് എങ്ങനെയാ ഇത് കളയുന്നത്? ഇത് ആദ്യം മരുന്നടിച്ച് കളയും, അതിനുശേഷം ഇത് ട്രാക്ടർ ഇട്ടടിച്ച് എല്ലാം കളയും. ഇത് മൊത്തം നശിപ്പിക്കും അല്ലേ? അതൊരു ദുഃഖകരമായ ഒരു കാഴ്ചയായിരിക്കും. അടുത്ത വർഷത്തില് ഒരു സന്തോഷമായിട്ട് ഇത് വീണ്ടും കിളിർത്തു വരും. നമ്മൾ എത്ര നശിപ്പിച്ചാലും ഈ സീസൺ ആകുമ്പോ പിന്നെ വീണ്ടും ഇത് പൊട്ടി കിളുത്തു വരും. അതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും പൂ ഇത്തവണ കുറവാണ്. കഴിഞ്ഞ വർഷം കുറച്ച് ആൾക്കാരും കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഈ വർഷം കുറവാണ് പൊതുവെ. എന്താണോ പറ്റിയെന്ന് അറിയത്തില്ല. മഴയും കാര്യങ്ങളായിരിക്കും. മഴയൊക്കെ ആയിരുന്നു ആ സമയത്തേക്ക്. 2 ആഴ്ച മുമ്പ് നല്ല മഴയൊക്കെ ആയിരുന്നു. ചിലപ്പോ അതിന്റെ ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, ഏതായാലും കൊള്ളാം. ഇപ്പൊ കോട്ടയംകാരുടെ നീലക്കുറിഞ്ഞി എന്നൊക്കെ പറയുന്ന സാധനം എല്ലാ വർഷവും കായ്ക്കും. എല്ലാ വർഷവും ജൂൺ അവസാനം തൊട്ട് സെപ്റ്റംബർ വരെ ഉണ്ടായിരിക്കും ഈ വസന്തം. വേറെ എങ്ങും പോകേണ്ട, മലരിക്കൽ അല്ലേ. ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും കാണാൻ പറ്റിയതിൻ്റെ അത് ഒത്തിരി സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവധിക്ക് വരുന്നത് ഈ സമയങ്ങളിലൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാഞ്ഞത്. ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് കൊതിപ്പിച്ച സംഭവമാണ്. അടിപൊളി. ചേട്ടാ, ഇത് നാട്ടുകാരുടെ ഒരു സംരംഭമാണല്ലേ? നാട്ടുകാരുടെ ഒരു സംരംഭമാണ് ഇത്. ഇത് നാട്ടുകാർ നടത്തുന്ന ഒരു പ്രോഗ്രാം. അത് കൃഷി ചെയ്യുന്നവരാണ് ഇവിടെ കൂടുതലും. പിന്നെ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. എല്ലാവർക്കും ഓരോ വള്ളമുണ്ട് വീടുകളിൽ. അവരുടെ വള്ളം തന്നെയാണ് ഇത്. അപ്പൊ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമായി, ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇത്. വരുന്നവർക്ക് ഇത്ര നല്ലൊരു കാഴ്ച കണ്ടിട്ട് പോവുകയും ചെയ്യാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപകടങ്ങളൊന്നും ഇല്ല, ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. വെള്ളം കുറവാണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളായിട്ട് വന്നാലും പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല. അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. മലരിക്കൽ സേഫാണ്. എപ്പോഴും ആൾക്കാരുണ്ട് കൂടെ അല്ലേ? കൂടെ ഉണ്ട്. ഇതിലും വലിയ കായലിൽ നീന്തുന്ന ആൾക്കാരുണ്ട്. കായലല്ല, പാടമാണ്. പാടത്ത് വെള്ളം കയറ്റിയിട്ടല്ലേ? പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല. സേഫായിട്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. സേഫായിട്ട് യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ വഞ്ചി, മോട്ടർ ഇല്ലാത്ത വഞ്ചിയിലൂടെ കയറുവാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും അല്ലേ ചേട്ടാ? കൂടുതൽ അകത്തോട്ട് ഒത്തിരി കാഴ്ചകൾ ഇറങ്ങി നിൽക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല വിഷ്വൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വഞ്ചി എടുത്തിട്ട് കയറി വരിക. നിങ്ങൾ ഒത്തിരി കായലിലേക്ക് പോവുകയാണെങ്കിൽ മോട്ടറുള്ള ബോട്ടിൽ പോവുക. ഒരാൾക്ക് വെറും 100 രൂപ അല്ലേ ചാർജ്? 100 രൂപയാണ് ഒരാൾക്ക് ചാർജ്.
അങ്ങനെ മലരിക്കലിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഒരാൾക്ക് 45 മിനിറ്റ് സവാരിയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇവർ എടുത്തു തരും. മനോഹരമാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. വളരെ കോപ്പറേറ്റീവായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ഫാമിലീസ് എത്തുന്നുണ്ട്. നമ്മൾ ഇറങ്ങിക്കാണിച്ചില്ല, അത്ര ആഴവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാ പറയാ, ഇതുവരെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അമ്പൽപ്പൂ ഇങ്ങനെ പറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രസമാണ് കേട്ടോ. കോട്ടയത്ത് ഇതുപോലത്തെ ഈ കാഴ്ചകൾ കാണാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അവരാരും ഇത് മിസ് ചെയ്യില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ വന്ന് കാണുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കൂടിപ്പോൾ 1-2 ആഴ്ച മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറ്റിച്ച് അവർ നെല്ല് നടും. ഇനി അടുത്ത സീസണിലായിരിക്കും വരുന്നത്. ഒരുപാട് ഫാമിലീസ് ബോട്ടിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷന് കാര്യങ്ങൾ നമ്മുടെ വള്ളച്ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാർക്കിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വീടുകളുടെ ഫ്രണ്ട് നമുക്ക് സ്പേസും കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ പാടത്തിലേക്ക്. കൊള്ളാം കേട്ടോ. ഉണ്ടോ, അതുകൊണ്ടോ മീനെ പിടിക്കാനായിട്ടുള്ള കുടുക്കുണ്ടോ. അത്യാവശ്യം മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വരാലും അതുപോലത്തെ മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കേട്ടോ, വഞ്ചി യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അതേണ്ട എന്തെങ്കിലും ഉണ്ട് ചേട്ടായി വിളിച്ചാൽ മതി. ചേട്ടായുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതായത് ഈ സീസണിൽ വരുന്നവർക്ക് അല്ലേ, ഇത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചേട്ടായി വിളിച്ചാൽ മതി. ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം റെഡിയാണ്. അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളെല്ലാം ചേട്ടായി നല്ല ക്ലിയർ ആയിട്ട് എടുത്തു തരും. നിങ്ങൾ നമ്മുടെ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കോട്ടയത്തെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഒന്നാണ് മലരിക്കലിലെ ഈ ആമ്പൽ വസന്ത കാഴ്ച കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം. വൈകുന്നേരം വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റും കാര്യങ്ങളും എല്ലാം കാണാം. അടിപൊളി കേട്ടോ. ഒത്തിരി കോസ്റ്റ്ലി അല്ലാതെ അല്ലേ, അതെ, ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുത്തൻ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.